ദേശാഭിമാനി പത്രം സത്യത്തിൽ കക്കൂസ് പത്രം എന്നാണ് പലരും അതിനെ വിശേഷിപ്പിക്കുന്നത്. അതിൻ്റെ ക്വാളിറ്റി അതിനുള്ളൂ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം എന്ത് കള്ളവും ഒരുളുപ്പും ഇല്ലാതെ പടച്ചുവിടാൻ ഇവരെ കഴിഞ്ഞേ മറ്റാരുമുള്ളൂ എന്നുള്ളതാണ്. നമുക്കറിയാം, ആ മറിയക്കുട്ടി അമ്മയ്ക്ക് ഇല്ലാത്ത സ്വത്തുവകകൾ ഉണ്ടാക്കി കൊടുത്തവരാണ്. അവർ പോലും അറിയാതെ അവർക്ക് എവിടെയൊക്കെ കോടികളുടെ സ്വത്തുക്കൾ ഉണ്ടാകിയെന്ന്. അത് മാത്രമല്ല, പല കാര്യങ്ങളും കള്ളത്തരമാണ് ഇവരുടെ മുഖമുദ്ര. കള്ളം എഴുതി പ്രചരിപ്പിക്കുക. ആകെക്കൂടി ഒരു സത്യം ഇവരെഴുതുന്നത് പിണറായി വിജയൻ എന്ന പേര് മാത്രം. ബാക്കിയെല്ലാം അതിലെ വാർത്ത മുഴുവൻ കള്ളമായിരിക്കും. ആ പേര് മാത്രമാണ് ഇവർ സത്യസന്ധമായിട്ട് എഴുതുന്നത്. ഇപ്പോൾ മോഹൻലാലിനെയാണ് ഇവര് ഇരയായി പിടിച്ചിരിക്കുന്നത്. അതായത് മോഹൻലാല് പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ആരോ സമയം വെറുതെ ഇരുന്നപ്പം എന്നാ മോഹൻലാൽ പറഞ്ഞത് പിന്നെ 2 വാർത്ത എഴുതാന്നും പറഞ്ഞ് കബീർ പന്നമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ എഴുതിയ ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞാണ് എടുത്തിട്ടിരിക്കുന്നത്. സത്യത്തിൽ ദേശാഭിമാനിയെ വലിച്ചു കീറി ഒട്ടിച്ചിട്ടുണ്ട് ശ്രീജിത്ത് പണിക്കർ. പക്ഷെ എന്നാലും ആരൊക്കെ വിമർശിച്ചാലും ഈ പത്രം നന്നാവില്ല. അത് അവരുടെ ഒരു മുഖമുദ്രയായി, കള്ളത്തരം അവരുടെ മുഖമുദ്രയായി അവർ കൊണ്ട് നടക്കും എന്നുള്ളതാണ്. വാർത്തകൾ തോന്നിയിട്ടുണ്ടോ? അല്ല, ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മുഖപത്രങ്ങളെല്ലാം തന്നെ അവർക്ക് അനുകൂലമായി എഴുതുക എന്നുള്ളതാണ് അവരുടെ ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വവും ജോലിയും എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടേതായ മുഖപത്രങ്ങളുണ്ട്, ചാനലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ വരുന്ന വാർത്തകൾക്ക് സത്യത്തിൽ ജനങ്ങൾ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാറില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അതുകൊണ്ടാണ് ഇവിടെ മറ്റു പത്രങ്ങളും ഒക്കെ ഇങ്ങനെ മറ്റു ചാനലുകളും ഒക്കെ ഇങ്ങനെ തഴച്ച് വളരുന്നതും. അപ്പം അവർക്ക് അനുകൂലമായി മാത്രമേ വാർത്തകൾ കൊടുക്കാൻ പറ്റൂ. പക്ഷേ ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ കേരളത്തിന് അകത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് ആശയമൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ കൃത്യമായി ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒരു പിന്തുണയോടുകൂടി പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നതും അവർ പറയുന്നതും. ഇപ്പോഴത്തെ കമ്മ്യൂണിസം എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല. അതായത് അതിൽ സംശയങ്ങളുണ്ട്. ഇപ്പോഴത്തെ പാർട്ടിയുടെ നിലപാടുകളിൽ, ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളിലൊക്കെ സംശയങ്ങളുണ്ട്. പക്ഷേ അവർ പറയുന്നതനുസരിച്ച് അവർ ഒരിക്കലും പെരുമാറാൻ പാടില്ലാത്ത രീതിയിലാണ് ദേശാഭിമാനി പത്രം ഇത്തരത്തിൽ ചില വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ കാര്യത്തെ മാത്രം, അത് എൻ്റെ അഭിപ്രായത്തിനേക്കാട്ടപ്പുറത്തേക്ക് ഞാൻ ശ്രീജിത്ത് പണിക്കരുടെ ഒരു പെർസ്പെക്റ്റീവ്, അല്ല അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ, മോഹൻലാൽ എന്ന് പറയുന്നത് മലയാള സിനിമയ്ക്കകത്ത് നമ്മളെല്ലാം അത്രയേറെ ഇഷ്ടപ്പെടുന്ന ലോകത്തുള്ള സ്വകാര്യ അഹങ്കാരം, ലോകത്തുള്ള മലയാളികൾ ആകമാനം മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ഒരു സ്വകാര്യ അഹങ്കാരമായി അത്രയേറെ അഭിമാനമായി കൊണ്ട് നടക്കുന്ന ഒരു നടൻ. അതിനേക്കാളൊക്കെ അപ്പുറത്തേക്കാണ് അദ്ദേഹത്തിൻ്റെ അമ്മയോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. ഈ അടുത്ത് അദ്ദേഹത്തിൻ്റെ അമ്മയുമായി ബന്ധപ്പെട്ട് ആ വീട്ടിൽ വെച്ചിട്ട് അവർ പിറന്നാൾ ആഘോഷിച്ചു. കൊച്ചിയിലെ എളമക്കരയിലെ വീട്ടിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വീട്ടിൽ വെച്ചിട്ട് പിറന്നാൾ ആഘോഷിച്ചു. അപ്പോൾ ഇതിൽ പറയുന്നൊരു കാര്യമുണ്ട്. സത്യാനന്തര കാലത്തെ തുറന്നു കാട്ടുന്ന ദേശാഭിമാനി റെസിഡന്റ് എഡിറ്ററായിട്ടുള്ള എം സ്വരാജിനോടാണ് ശ്രീജിത്ത് പണിക്കർ കൃത്യമായി ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇതാണോ നിങ്ങളുടെ സത്യാനന്തര കാലം എന്നാണ് ചോദിക്കുന്നത്. കാര്യം ഈ കവിയൂർ പൊന്നമ്മയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, മോഹൻലാലും കവിയൂർ പൊന്നമ്മയും തമ്മിലുള്ളൊരു ബന്ധമുണ്ട്, ആത്മബന്ധമുണ്ട്. അവർ തമ്മിലുള്ള ഒരു മാജിക്കൽ കോമ്പിനേഷൻ ഉണ്ട്. അപ്പോൾ അവർ ഒരു അമ്മയും മകനും പോലെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ മോഹൻലാൽ എന്ന് എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ മോഹൻലാൽ എഴുതുന്നത് പോലെ തന്നെയാണ് ദേശാഭിമാനിയിൽ വന്ന ആ വാർത്ത എന്ന് പറയുന്നത്. അത് തുടങ്ങുന്നത് തന്നെ മോഹൻലാൽ എഴുതുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അതിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അമ്മമാരിൽ ജന്മം തന്ന അമ്മ നേരത്തെ പോയി, ഇപ്പോൾ ഈ അമ്മയും പോയി എന്നാണ് പറയുന്നത്. അപ്പം മോഹൻലാലിന്റെ ജന്മം തന്ന അമ്മ എന്ന് പറയുന്നത് ശാന്തകുമാരി അമ്മയാണ്. നമുക്കെല്ലാം അറിയുന്നത് അവരാണ്. അവർ കുറെ രോഗങ്ങളാൽ, വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാം. പക്ഷെ അവരിപ്പോഴും സന്തോഷവതിയായി മകനോടൊപ്പം പിറന്നാൾ ഈ അടുത്തുകൂടി ആഘോഷിച്ച് കൊച്ചിയിലെ വീട്ടിൽ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അതെ, വൈറലായതാണ്. അപ്പം മോഹൻലാൽ എത്രത്തോളമാണ് അതിൽ സമയം കണ്ടെത്തുന്നത്, തൻ്റെ അമ്മയെ പറ്റി പറയുന്നത്, തൻ്റെ അമ്മ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എത്രത്തോളം അടുത്തു നിന്നിരുന്നു, അദ്ദേഹത്തെ സഹായിച്ചിരുന്നു എന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പം അവിടെയാണ് ഇത്തരത്തിലൊരു കള്ളം ദേശാഭിമാനി പ്രചരിപ്പിക്കുന്നത്. ദേശാഭിമാനി കള്ളം പ്രചരിപ്പിച്ചു എന്നുള്ളത് മാത്രമല്ല, മോഹൻലാൽ എഴുതുന്നു. മോഹൻലാൽ യാതൊരു വിധത്തിലും എൻ്റെ അമ്മ ജന്മം തന്ന അമ്മ പോയി എന്ന് പറയില്ല. മാത്രമല്ല, മോഹൻലാലിനെ കുറിച്ച് അറിയുന്ന ഒരാളും, ഒരു മാധ്യമ പ്രവർത്തകനും മോഹൻലാലിന്റെ അമ്മ പോയി എന്ന് പറയില്ല. അപ്പൊ ഇതാരാണ് എഴുതിയത്? ഇവിടെ ഇരിക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക്, ഇത് എഴുതിയ ആളുകൾക്ക് ഇത്ര മാത്രമാണോ വിവരം ഉള്ളത് എന്നാണ് ഏറ്റവും വലിയ ചോദ്യം. കാരണം എല്ലാ ആളുകൾക്കും എല്ലാം അറിയണമെന്നൊന്നുമില്ല, നമ്മൾക്കും തെറ്റുപറ്റാം, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരാളെക്കുറിച്ച് ആധികാരികമായി പറയുമ്പോൾ, പ്രത്യേകിച്ച് അതൊരു വൈകാരിക വിഷയമൊക്കെ ആകുമ്പോൾ ഈ തരത്തിലാണോ പ്രതികരിക്കേണ്ടത് എന്നാണ്. നേരത്തെ ധന്യ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്.
കേസുകളുണ്ട്. അതായത് മറിയക്കുട്ടിയമ്മയുമായി ബന്ധപ്പെട്ട കേസ്, ഇടുക്കിയിൽ പെൻഷനുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് അതെ പിച്ചച്ചട്ടി എടുത്ത മറിയക്കുട്ടിയമ്മ, അവരുടെ തങ്ങൾക്ക് നേരിട്ട് അനീതിക്കെതിരെ ശബ്ദമുയർത്തിയതിന് അവരെക്കെതിരെ വ്യാജ വാർത്ത ദേശാഭിമാനി കൊടുത്തു. എന്നിട്ട് അതിനെ സൈബർ സഖാക്കളെല്ലാം കൂടെ അതിനെ ന്യായീകരിച്ചു. അതിനെ എന്താണ് തെളിവുകൾ ഉണ്ടാക്കാൻ വേണ്ടി അവർ പലവിധ പണിയെടുത്തു. അവർ കോടീശ്വരിയാണ്, അവർക്ക് ഒരുപാട് സ്വത്തുക്കളുണ്ട് എന്നൊക്കെ പറഞ്ഞു. അവസാനം ഒരു ഗത്യന്തരവും ഇല്ലാതെ മാപ്പ് പറയേണ്ടി വന്നു. ഇപ്പൊ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഞാൻ അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് നേരിട്ട് ഒരു പേഴ്സണൽ ഒരു കാര്യം ഞാൻ ആലോചിച്ചത്. ഈ പ്രത്യേകിച്ച് ഈ ഓൺലൈൻ മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്നവരെല്ലാം ഈ മഞ്ഞപ്പത്രക്കാരാണെന്നൊരു ധാരണ കുറേ പേർക്കൊക്കെ ഉണ്ട്. ഞാൻ അതിൻ്റെ ഒരു നെഗറ്റീവ് അനുഭവിച്ച ഒരാളാണ്. ഞാൻ ഈ അടുത്ത് പുതിയതായിട്ട് വന്ന ഒരു ചാനൽ, ആ ചാനൽ വലിയ റേറ്റിങ്ങിലൊന്നും ഒരിടവും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ആ ചാനലിൻ്റെ ന്യൂസ് ഹെഡിൽ ഇരിക്കുന്ന ഒരാൾ എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ആദ്യത്തെ 2ാമത്തെ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി. 3ാമത്തെ ഇൻ്റർവ്യൂ, അതായത് ഇത് കഴിഞ്ഞാൽ അടുത്ത അപ്പോയിൻമെൻറ്റ് ഓർഡറാണ്, ജോലിക്ക് കയറണം. അപ്പോൾ എന്നെ അതിന് വിളിച്ചപ്പോൾ ഞാൻ ആ ജോലിയുമായി ബന്ധപ്പെട്ട് ആ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ആ ഇൻ്റർവ്യൂ പാനലിൽ ഇരുന്ന മറ്റ് 2 പേർ എൻ്റെ കൂടെ ഇതിനു മുൻപ് മംഗളം എന്ന് പറയുന്ന ചാനലിൽ എന്നോടൊപ്പം ജോലി ചെയ്ത സീനിയേഴ്സാണ്. വളരെ ബഹുമാനത്തോടു കൂടിയാണ് എന്നോട് പെരുമാറിയത്. ആ ഓൺലൈൻ മീഡിയയിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്ന ആളിനെ, അദ്ദേഹം വലിയ ബുദ്ധിജീവി, ഇടതുപക്ഷ ബുദ്ധിജീവി എന്നാണ് അദ്ദേഹത്തെ തന്നെ എന്തോ ഞാൻ എന്തോ ഭയങ്കര സംഭവമാണ്, വിമൽകുമാർ അതാണ് ഞാൻ എന്തോ സംഭവം. അപ്പം അദ്ദേഹം എന്നോട് ചോദിച്ചു, ഓൺലൈനിൽ ജോലി ചെയ്യുന്ന പത്രപ്രവർത്തകരെ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങളാണല്ലോ എഴുതി വിടുന്നതും പറയുന്നതും. അപ്പം ഞാൻ പറഞ്ഞു, മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് പരസ്യമുണ്ട് വരുമാനത്തിനായി, പക്ഷേ ഓൺലൈൻ മീഡിയക്കാർക്ക് പരസ്യമില്ല, റീച്ചാണ് അവരുടെ വരുമാനം. റീച്ച് കൂട്ടാൻ എന്തും ചെയ്യുന്നവരല്ല അവർ. മാന്യമായി വാർത്തകൾ കൈകാര്യം ചെയ്ത് ജനങ്ങളെ ആ വാർത്ത ക്ലിക്ക് ചെയ്യിപ്പിക്കാൻ കഴിവുള്ളവരാണ് ഓൺലൈൻ മീഡിയയിൽ പ്രവർത്തിക്കുന്നവർ. മറ്റേ പ്രമുഖ മാധ്യമങ്ങളിൽ ഇരിക്കുന്നവർ നേരെ നോക്കി പിടിക്കുമ്പോൾ ഞങ്ങളത് കുറച്ച് വളഞ്ഞു പിടിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഇല്ല, അങ്ങനെയല്ല. ഓൺലൈൻ മാധ്യമ പ്രവർത്തകരെ വിശ്വസിക്കാൻ കഴിയില്ല. നിങ്ങൾ 2 മരണമുണ്ടെങ്കിൽ അത് 5 മരണമാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഭയങ്കരമായി ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാൻ അദ്ദേഹം. ഞാൻ പോയപ്പോഴും അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ ദേശാഭിമാനി പത്രം ഇരിപ്പുണ്ട്. ഈ പത്രം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ബുദ്ധിജീവിയായ ഇടതുപക്ഷ ചിന്താഗതിക്കാരനായ ഇടതുപക്ഷ സഹയാത്രിക്കാരനായ ഈ മാധ്യമ പ്രവർത്തകൻ എന്നോട് പറയുന്നത്, ഇദ്ദേഹം ഒരു ഓൺലൈനിൽ വർക്കും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് പലയിടത്ത് ഓടിക്കറങ്ങിയിട്ടാണ് അവസാനം ഇവിടെ എത്തിയത്. അദ്ദേഹം എന്നോട് പറയുന്നുണ്ട്, എനിക്ക് ഓൺലൈൻ മാധ്യമങ്ങളോടൊന്നും അത്ര വലിയ ഒരു ഇതില്ല, അവരോടൊന്നും താല്പര്യമില്ല എനിക്ക്. അതുകൊണ്ട് ശരി, നമുക്ക് കാണാം, വ്യാജ വാർത്തകളാണ് നിങ്ങൾ കൂടുതൽ കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ ഓൺലൈൻ മാധ്യമങ്ങളെ ഒരു മോശമായി പറയുന്ന രീതിയിലേക്ക് പോയപ്പോൾ ഞാൻ ചോദിച്ചു, സാറിൻ്റെ കയ്യിലിരിക്കുന്ന ഈ പത്രം ഏതാണെന്ന് ചോദിച്ചു. കാരണം എനിക്ക് മനസ്സിലായി ഇയാൾ എന്തായാലും ഈ ജോലി എനിക്ക് കിട്ടാൻ പോകുന്നില്ല. അതിൽ ഒന്നാമത്തെ കാര്യം, ആ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അയാളെന്ന്, കാരണം ഒരു മാധ്യമ പ്രവർത്തകനെ അയാളെന്ന് വിളിക്കണമെങ്കിൽ ഞാൻ അയാൾക്ക് കൊടുക്കുന്ന ബഹുമാനം എത്രയെന്നാണ്. ഞാൻ അയാൾക്ക് ഒരു ബഹുമാനവും നൽകുന്നില്ല എന്നുള്ളതാണ്. അയാളുടെ രാഷ്ട്രീയം മാത്രം വച്ചിട്ട് മാധ്യമ പ്രവർത്തകരെ കാണുന്ന ഒരു രീതിയോട് ഞാൻ യോജിക്കുന്നില്ല. ഏത് പത്രമാണ് കയ്യിലിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, ദേശാഭിമാനി. ഈ പത്രം എഴുതുന്ന കാര്യങ്ങളെല്ലാം സത്യസന്ധമാണോ എന്ന് ചോദിച്ചു. സത്യസന്ധമായ വാർത്തകൾ എഴുതുന്നത് കൊണ്ടാണ് എൻ്റെ കയ്യിൽ ഈ പത്രം ഇരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, താങ്കൾ വായിക്കുന്നത് താങ്കളുടെ തലച്ചോറിൽ ഇടതുപക്ഷം എന്ന വാക്കും അതിൻ്റെ രീതികളും എഴുതി സ്ക്രൂട്ട് ചെയ്ത് വച്ചിരിക്കുന്നത് കൊണ്ടാണ്. എന്നെ സംബന്ധിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ വ്യാജ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന പത്രം താങ്കളുടെ കയ്യിലിരിക്കുന്നതാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ പറയാം. തൽക്കാലം ഇവിടെ ജോലി എനിക്കില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പായി. അപ്പം അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല. ആ ധൈര്യത്തിലേക്ക്, അത് ഒരു ഇന്റർവ്യൂ പാനലിൽ ഇരുന്ന് ആ ധൈര്യത്തിലേക്ക് എന്നെ നയിച്ചത് എൻ്റെ ഓൺലൈൻ മീഡിയ പ്രവർത്തനമാണ്. ഒരിക്കലും ഒരു പ്രമുഖ ചാനലിൽ നിന്നാൽ ഒരു വാർത്ത വായനയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്യുന്നതിലേക്കോ ഞാൻ എത്തില്ല. കാരണം അവിടെയും
പല ചരടുവലികളുണ്ട്, ആ ഡെസ്കിലേക്ക് ഒതുങ്ങും. പക്ഷേ റിപ്പോർട്ടർ ചാനലിൽ ഞാൻ തുടക്കകാലത്ത് എന്നെ അവർ നികേഷ് സാറിൻ്റെ കൂടെ ആയിരുന്നു, തിരുവനന്തപുരം ബ്യൂറോയിലെ റിപ്പോർട്ടറായിരുന്നു, ജീവൻ ടിവിയിലും നല്ല രീതിയിൽ എനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചു. മംഗളത്തിലും ഞാൻ ആങ്കറായിരുന്നു, റിപ്പോർട്ടറുമായിരുന്നു. ജനത്തിലും എനിക്ക് അത്യാവശ്യം നല്ല സ്പേസ് തന്നെയാണ് അവർ തന്നത്. പക്ഷേ ഇത്തരക്കാർ ചാനലിൻ്റെ ഈ തലപ്പത്തിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രീയം ചോദിക്കുമ്പോൾ, ഞാൻ ഒരിടവും എൻ്റെ രാഷ്ട്രീയത്തെ കള്ളം പറയാറില്ല. എനിക്ക് രാഷ്ട്രീയമില്ല, ഞാൻ നിഷ്പക്ഷയാണ്, മാധ്യമ പ്രവർത്തനം അങ്ങനെ കാണുന്ന ഒരാളാണെങ്കിൽ പോലും ഞാൻ പലപ്പോഴും എൻ്റെ രാഷ്ട്രീയം ഞാൻ എല്ലായിടവും തുറന്നു പറയാറുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ജോലി മതി എന്നുള്ളതിനല്ല, ഞാൻ ഈ രാഷ്ട്രീയക്കാരിയാണ്. പക്ഷെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം ഏത് രാഷ്ട്രീയമാണോ പുറത്ത് കാണിക്കുന്നത്, ആ രാഷ്ട്രീയത്തിനോടൊപ്പം നിൽക്കും. അപ്പം എൻ്റെ രാഷ്ട്രീയം പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖം മാറി. അദ്ദേഹത്തിൻ്റെ മുഖം മാറണമെങ്കിൽ എൻ്റെ രാഷ്ട്രീയം ഏതാണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ സമയത്ത് അത് ആലോചിച്ചത്, ഇത്രയും നുണകൾ ഇപ്പം മോഹൻലാൽ പോലും എഴുതിയിട്ടില്ലാത്ത കാര്യങ്ങൾ പടച്ചു വിടുന്ന പത്രം എടുത്തു വച്ചിട്ടാണ് ആ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന് സ്വയം അവകാശപ്പെടുന്ന അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഓൺലൈൻ മീഡിയയൊക്കെ വ്യാജ വാർത്തകളാണ് കൂടുതലും കൈകാര്യം ചെയ്യുന്നത്, പെരിപ്പിച്ച് കാട്ടുന്നു വാർത്തകൾ, മുഖ്യമന്ത്രി കണക്കുകൾ പെരിപ്പിക്കുന്നത് പോലെ. അപ്പോ നാണമുണ്ടോ ഉടുപ്പുണ്ടോ റെസിഡന്റ് എഡിറ്റർ സ്വരാജ് എന്നൊക്കെ ചോദിക്കണമെന്നുണ്ട്. പക്ഷേ നമ്മൾ എത്ര ചോദിച്ചാലും ഇവരാരും തിരുത്താൻ പോകുന്നില്ല. നമ്മൾ വായിട്ടലച്ച് ഇങ്ങനെ കുറെ പറഞ്ഞു എന്നുള്ളതല്ലാതെ ഇവരാരും തിരുത്തുമെങ്കിൽ ആ മറിയക്കുട്ടി ഇവർക്കെതിരെ ഇത്രയും തെറികൾ വിളിച്ച് പറയുമ്പോൾ ഇവർ തിരുത്തേണ്ടതാണ്. തിരുത്തിയിട്ടില്ല. അതെ, എം സ്വരാജുമായി ബന്ധപ്പെട്ട് ഞാനേറെ ബഹുമാനിക്കുന്ന ഒരു നേതാവാണ് സ്വരാജ്. പല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് പക്ഷേ വിയോജിപ്പുകളുമുണ്ട്. അതുപോലെ തന്നെ പുത്തലത്ത് ദിനേശൻ, അതായത് ദേശാഭിമാനിയുടെ എഡിറ്ററായിട്ടുള്ള പുത്തലത്ത് ദിനേശൻ, അദ്ദേഹമൊക്കെ ഒരു നല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് വന്നിട്ടുള്ള ആളാണ്. പക്ഷേ ഇവരെ ആരാണ് ഇത് എഴുതുന്നത് എന്ന് നമുക്ക് കൃത്യമായി അറിയില്ല എന്നതാണ് സത്യം. എന്തൊക്കെ തന്നെയായാലും ഈ ഓൺലൈൻ മാധ്യമത്തെക്കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞു പോകുന്നു. കാര്യം, കേരളത്തിനകത്തെ പ്രമുഖ മാധ്യമ പ്രവർത്തകരെ നമ്മളെല്ലാം എടുത്ത് പരിശോധിച്ചാൽ അതിൽ ഭൂരിഭാഗം ആളുകളും ഒരു ചാനലിൽ നിന്നിറങ്ങി അല്പകാലമെങ്കിലും ഈ ഓൺലൈൻ മീഡിയയിൽ നിന്ന് ആളുകൾ തന്നെയാണ്. ഇവിടെ എല്ലാവരും ആരെയും, അതായത് ഇപ്പൊ മീഡിയ വണ്ണിൽ നോക്കി ഇറങ്ങിയ ഹർഷൻ ഉൾപ്പെടെയുള്ള പല ആളുകളും മീഡിയ വണ്ണിലേക്ക് തന്നെ ഓൺലൈൻ ചാനലുകളിൽ നിന്ന് പോയ ആളുകളാണ്. ഇപ്പം പ്രധാനപ്പെട്ട എല്ലാ മെയിൻ സ്ട്രീം ആയിട്ടുള്ള മാധ്യമ പ്രവർത്തകരൊക്കെ തന്നെ ഓൺലൈൻ മീഡിയകളിലൂടെ നിന്നിട്ടുള്ളതാണ്. വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇനി വരും തലമുറയുടെ ചാനൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വരും തലമുറയുടെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഓൺലൈൻ ചാനലുകളാണ് എന്നതാണ് ഇപ്പോൾ വരുന്ന പഠനങ്ങളെല്ലാം പറയുന്നത്. എത്ര കാലം സാറ്റലൈറ്റ് ചാനലുകൾ ഇങ്ങനെ പോകുമെന്ന് നമുക്കറിയില്ല. കാരണം അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ്. യൂട്യൂബിനെ ഉപയോഗപ്പെടുത്തി സുപ്രീം കോടതി പോലും ഇപ്പോൾ ഈ അടുത്ത് സുപ്രീം കോടതിയുടെ യൂട്യൂബ് ചാനൽ ഹാക്ക് ചെയ്യപ്പെട്ടു. എല്ലാ രംഗത്തും ഈ തരത്തിലുള്ള ക്വാളിറ്റികളോടുകൂടി ചാനലുകൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇതിനെ മഞ്ഞയായി ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. മഞ്ഞയായി ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, നല്ലതായി ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. സാറ്റലൈറ്റ് ചാനലുകളിൽ തന്നെ മഞ്ഞയായി ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. കൃത്യമാണത്. ഇവർ തന്നെ മാപ്രകളെന്ന് ഒരു വിധത്തിൽ പറഞ്ഞ് ആക്ഷേപിക്കുന്ന റിപ്പോർട്ട് വന്നപ്പോൾ കണ്ടതാണ്. ഓൺലൈൻ മീഡിയക്കാൾ ഇക്കിളിപ്പെടുത്തുന്ന കഥകളും ഇക്കിളിപ്പെടുത്തുന്ന തമ്പുകളും കൊണ്ടാണ് പ്രമുഖ ചാനലുകൾ പിടിച്ചു നിന്നത്, റേറ്റിംഗിൽ 1, 2, 3 സ്ഥാനത്തെത്തിയതും. അതെ. അപ്പോൾ ഇത്തരത്തിലുള്ള ചാനലുകളുണ്ട്. അപ്പോൾ ഇതിനെല്ലാം പരസ്പരം ഇങ്ങനെ ഒരു ബുദ്ധിജീവി ചമഞ്ഞുകൊണ്ട് ഞങ്ങളാണ് എല്ലാം ചെയ്യുന്നത്, ഞാൻ വായിക്കുന്ന പത്രം ഇത് ശരി മാത്രമേ എഴുതൂ എന്ന് പറയുന്നത് ലോജിക്കല്ല. കാര്യം, ഏത് പത്രമായിക്കോട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പത്രമായിക്കോട്ടെ, എല്ലാ പത്രങ്ങൾക്കും ചില താല്പര്യങ്ങളുണ്ട്. അപ്പോൾ അതിനനുസൃതമായി ചില കാര്യങ്ങൾ അതിൽ വരും. പക്ഷേ അങ്ങനെ വരുമെന്ന് ഞാൻ എൻ്റെ രാഷ്ട്രീയം, എൻ്റെ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനപ്പുറത്തേക്ക് എൻ്റെ ആ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട പത്രം ഉണ്ടെങ്കിൽ ആ പത്രം ശരി മാത്രമാണ് എഴുതുക എന്ന് ഞാൻ പറയില്ല. അത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാനുള്ള ഒരു ബോധ്യം എനിക്ക് ഉണ്ടാവണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ദേശാഭിമാനി ഇത്തരത്തിൽ ചിന്തിക്കുന്നതും ചെയ്യുന്നത് നമ്മൾ സമൂഹത്തിന് അവർ കൊടുക്കുന്ന സൂചന എന്താണ് എന്ന് മാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അത്യാവശ്യം ഒരു ഉളുപ്പൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ പല പ്രേക്ഷകരും പറയാം, മാധ്യമ പ്രവർത്തകന്റെ പേര് എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല, നിങ്ങൾക്ക് ഭയമാണോ? ഭയം ഉള്ളത് കൊണ്ടല്ല. അങ്ങനെ അയാൾ ഇപ്പോൾ വൈറലാവേണ്ട, അല്ലെങ്കിൽ അങ്ങനെ ഇപ്പോൾ അയാൾ ഇപ്പൊ 4 ആൾ അറിയേണ്ട കാര്യമില്ല. അങ്ങനെ അറിയാനുള്ള യോഗ്യതയൊന്നും ഇല്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് പറയാൻ എനിക്ക് താല്പര്യവും ഇല്ല. തീർച്ചയായും.